Building failures. General reason for building failure is building failure occur when the building loses its ability to perform its intended function. അതായത് എന്ത് ഫംഗ്ഷന് വേണ്ടിയിട്ടാണോ നമ്മൾ ബിൽഡിങ് ഡിസൈൻ ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തത് അതിൻ്റെ ആ ഫംഗ്ഷൻ ലോസ് ആവുന്നതിനെയാണ് ബിൽഡിംഗ് ഫെയിലിയർ എന്ന് പറയുന്നത്. മെയിനായിട്ട് ബിൽഡിംഗ് ഫെയിലിയറിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ ഫെയിലിയേഴ്സ് ആൻഡ് പെർഫോമൻസ് ഫെയിലിയർ. Physical failure means losses of certain characteristics like strength. Then performance failure means reduction in function below an established acceptable limit. Then structural failure corresponds to the exceedance of ultimate limit state in many of the load carrying elements, which compromise the structural stability of the building. In practice, this corresponds to extensive damage, partial or total collapse of the building, resulting in repair costs that are high relative to the replacement value of the building. Types of structural failures mainly categorized as three: failure during construction, failure due to failure services, failure due to improper maintenance. Failure during construction ടൈമിൽ ഉണ്ടാകുന്ന ഫെയിലിയേഴ്സ്. ഫെയിലിയർ ഡ്യൂ ടു ഫെയിലിയർ സർവീസസ് മീൻസ് സർവീസസ് ലോഡ്, അതായത് ആ ബിൽഡിങ് ഫങ്ഷനായി തുടങ്ങുന്നതിന് ശേഷം ഉണ്ടാവുന്ന ഫെയിലിയേഴ്സ്. ദെൻ ഫെയിലിയർ ഡ്യൂ ടു ഇംപ്രോപ്പർ മെയിൻ്റനൻസ്. ഇപ്പോൾ 30 ഇയേഴ്സൊക്കെ ആണ് ഒരു ബിൽഡിങ്ങിന് അതിൻ്റെ ലൈഫ് കൊടുത്തതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ അതിൻ്റെ സ്റ്റീലിന് കൊറോഷൻ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ക്രാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ക്രാക്സൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അത് ചെയ്യാത്തത് കൊണ്ടുണ്ടാകുന്ന ഫെയിലിയറാണ് ഫെയിലിയർ ഡ്യൂ ടു ഇംപ്രോപ്പർ മെയിൻ്റനൻസ്. ഇനി മെയിനായിട്ട് എന്തൊക്കെയാണ് ഫെയിലിയേഴ്സ് ഉണ്ടാകുന്നതിനുള്ള കോസസ്. ഫസ്റ്റ് വൺസ് എറേഴ്സ് ഇൻ ഡിസൈൻസ്. ഡിസൈനിലുണ്ടാകുന്ന എറർ മീൻസ് ഇപ്പോൾ 80 കിലോ ന്യൂട്ടൺ ആണ് നമ്മുടെ സർവീസസ് ലോഡായിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അത് 38 കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തു പോകുന്നു. അല്ല അതിൻ്റെ ഇടയിൽ ഏത് വാല്യൂസ് ആയാലും കാൽക്കുലേഷൻ മിസ്റ്റേക്സോ അല്ലെങ്കിൽ എടുക്കുന്ന ഇക്വേഷൻസ് അല്ലെങ്കിൽ കണ്ടീഷൻസിൻ്റെ ഒക്കെ ഒരു ഇപ്പോൾ കണ്ടീഷൻസൊക്കെ തെറ്റിപ്പോകുന്നത് എറേഴ്സ് ഇൻ ഡിസൈൻസിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇംപ്രോപ്പർ സെലക്ഷൻ ഓഫ് മെറ്റീരിയൽസ്. ഇപ്പോൾ കോസ്റ്റ് കുറവാണെന്ന് വിചാരിച്ചിട്ട് ഗുഡ് അല്ലാത്ത സ്റ്റീൽസ് യൂസ് ചെയ്യുന്നു. അതേപോലെ വെൽ ഗ്രേഡഡ് അല്ലാത്ത സാൻഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കോഴ്സ് അഗ്രിഗേറ്റ് ആയിക്കോട്ടെ, ഫൈനോ കോഴ്സ് അഗ്രിഗേറ്റോ അല്ലെങ്കിൽ സിമെൻറ്റ്, ഇപ്പോൾ ഏജ്ഡ് ആയിട്ടുള്ള സിമെൻറ്റ് എടുക്കുന്നു. അതൊക്കെയാണ് ഇംപ്രോപ്പർ സെലക്ഷൻ ഓഫ് മെറ്റീരിയൽസ്. പിന്നെ പുവർ വർക്ക്മാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ആ ആൾക്ക് കറക്റ്റായിട്ട് നോളജ് ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയൊരാളായിട്ടിരിക്കുക, അവർ കറക്റ്റായിട്ട് സ്പേസിങ് പ്രൊവൈഡ് ചെയ്യാതെയോ കറക്റ്റായിട്ട് റീഎൻഫോഴ്സ്മെൻറ്റ് ലേ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കറക്റ്റായിട്ട് കോമ്പാക്റ്റ് ചെയ്യുന്നില്ല, കോൺക്രീറ്റ് പോർ ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് കോമ്പാക്ഷൻ ചെയ്യുന്നില്ല. അതൊക്കെയാണ് പുവർ വർക്ക്മാൻഷിപ്പ്. ഫോം വർക്ക് ഫെയിലിയർ മീൻസ് നമ്മൾ ഫോം വർക്ക് കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ഓരോ ഫോം വർക്ക് കൊടുക്കുന്നതിനും അതിൻ്റേതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഒരു പ്ലേറ്റ്സ് വെക്കുന്നു, അതിന് ശേഷം ഇപ്പോൾ വാളിൻ്റെ കേസ് എടുത്താൽ വാളിൻ്റെ ഫോം വർക്ക് എടുക്കുന്നത് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മാതിരി നമ്മൾ ആദ്യം ഒരു പ്ലേറ്റ് വെക്കുന്നു, അതിന് ശേഷം റീഎൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു, അതിന് ശേഷമാണ് അപ്പുറത്തെ പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതല്ലാതെ 2 പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ റീഎൻഫോഴ്സ്മെൻറ്റ് ഇൻസേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അത് ലേ ചെയ്തിരിക്കില്ല. അതാണ് ഫോം വർക്ക് ഫെയിലിയർ. ഇനി ജിയോ ടെക്നിക്കൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴും അതിൻ്റെ ഫൗണ്ടേഷൻ ഏതാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിൻ്റെ സോയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇപ്പോൾ ക്ലേ സോയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൈൽ ഫൗണ്ടേഷൻസ് ഒക്കെയാണ് മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതൊന്നും കൺസിഡർ ചെയ്യാതെ സാധാരണ ഒരു 60 mm ഫൗണ്ടേഷൻ നമ്മൾ പോയി ക്ലേ സോയിൽ വെച്ചാൽ എന്തായാലും അവിടെ സെറ്റിൽമെൻറ്റ് ഉണ്ടാവും. സെറ്റിൽമെൻറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഫെയിലിയർ ആണ്. അപ്പോൾ ജിയോ ടെക്നിക്കൽ ഫെയിലിയർ എന്ന് വെച്ചാൽ അങ്ങനെ. ഫെയിലിയർ ഡ്യൂ ടു ഇംപ്രോപ്പർ മെയിൻ്റനൻസ്. ഇപ്പോൾ നമുക്കൊരു ബിൽഡിങ്ങിന് 30 ഇയേഴ്സ് 60 ഇയേഴ്സ് എത്ര ഇയേഴ്സ് കൊടുത്താലും നമ്മൾ അതിൻ്റെ ഇടയിൽ ആ ഒരു ഇയേഴ്സ് ലൈഫ് ഫുള്ള് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഇപ്പോൾ കൊറോഷൻ റീഎൻഫോഴ്സ്മെൻറ്റിന് കൊറോഷൻ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലത്തെ നമ്മളത് മാറ്റി കൊടുക്കണം. അതേമാതിരി ക്രാക്സ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ക്യൂർ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യാതിരുന്നാൽ ഫെയിലിയർ ഉണ്ടാവും. അതാണ് ഫെയിലിയർ ഡ്യൂ ടു ഇംപ്രോപ്പർ മെയിൻ്റനൻസ്. നെക്സ്റ്റ് വണ്ണാണ് ടെക്നിക്കൽ ഫെയിലിയർ. അതിൽ ഫസ്റ്റ് വൺ സ്ട്രക്ചറൽ ക്രാക്കിംഗ്. ഫൗണ്ടേഷണൽ ക്രാക്സ്, വാൾ ക്രാക്സ്, ഫ്ലോർ ഓർ സ്ലാബ് ക്രാക്സ്, അതൊക്കെ
അതിൻ്റെ ക്രാക്ക് വിഡ്ത്ത് 50-25 mm ആണെന്നുണ്ടെങ്കിൽ അത് സിവിയർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ഈ ക്രാക്സ് വരുന്നത് സെറ്റിൽമെൻറ്റ് കൊണ്ടൊക്കെ തന്നെയാണ്. പിന്നെ ഇംപ്രോപ്പർ ഡിസൈൻ മിക്സ്, അതായത് സ്ട്രക്ചർ അൺഎബിൾ ടു അറ്റൈൻ ഡിസൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത്. കറക്റ്റ് കംപ്രസീവ് സ്ട്രെങ്ത് സ്ട്രക്ചറിന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ല. വാട്ടർ സിമെൻറ്റ് റേഷ്യോ മസ്റ്റ് ബി വിത്തിൻ ആക്സെപ്റ്റബിൾ ലിമിറ്റ് ആയിരിക്കണം. ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഷുഡ് ബി ചൂസൺ ഇൻ സച്ച് എ വേ ദാറ്റ് ഷുഡ് ബിയർ ദി ഡിസൈൻ ലോഡ്. അല്ലാതെ ഇപ്പോൾ 30 MPa ഡിസൈൻ ലോഡ് ഉള്ളതിന് നമ്മൾ M20 മിക്സ് എടുത്താൽ കറക്റ്റായിട്ട് ലോഡ് ഡിസൈൻ ബിയർ ചെയ്യില്ല. പിന്നെ റെമഡീസ് ടു പ്രിവെൻറ്റ് സ്ട്രക്ചറൽ ഫെയിലിയേഴ്സ്, അതായത് ഡിസൈൻ ഓഫ് സ്ട്രക്ചർ ഷുഡ് ബി സാറ്റിസ്ഫൈ സ്റ്റെബിലിറ്റി, സ്ട്രെങ്ത് ആൻഡ് സർവീസബിലിറ്റി. Deflection of beam or frame should be thoroughly checked for safe design. Corroded reinforcement expands and cracks concrete cover. To avoid this, proper cover and water quality should be maintained. അതായത് പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റെബിലിറ്റി, സ്ട്രെങ്ത്, സർവീസബിലിറ്റി മൂന്നും കൂടെ സാറ്റിസ്ഫൈ ആവുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഡിസൈൻ, നമ്മുടെ സ്ട്രക്ചർ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ദെൻ ഡിഫ്ലക്ഷൻ ഓഫ് ബീം ഓർ ഫ്രെയിം ഷുഡ് ബി thoroughly checked for safe design. നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ അതിൻ്റെ ബീമിൻ്റെയും ഫ്രെയിമിൻ്റെ ഒക്കെ ഡിഫ്ലക്ഷൻ കറക്റ്റായിട്ട് തന്നെ സേഫ് ഡിസൈൻ ആയിരിക്കണം. പിന്നെ കൊറോഷൻ നമ്മുടെ റീഎൻഫോഴ്സ്മെൻറ്റിന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോപ്പറായിട്ട് കവർ കൊടുക്കുന്നത്. ആ കവർ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കണം. എവിടെ ത്രൂ ഔട്ട് ദ സ്ട്രക്ചറിൽ കവർ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കണം. അതേപോലെ തന്നെ വാട്ടർ ക്വാളിറ്റി അത് കറക്റ്റായിരിക്കണം. ഇപ്പോൾ വാട്ടർ ക്വാളിറ്റിയാണ് എന്തായാലും കൊറോഷനെ ഉണ്ടാക്കുന്നത്. ഇനി മെയിനായിട്ട് കോസസ് ഓഫ് ഫെയിലിയേഴ്സ് 3 സ്ട്രക്ചറിലാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. RCC സ്ട്രക്ചറിൽ എങ്ങനെയൊക്കെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, ഫ്രെയിം പിന്നെ സ്റ്റീൽ സ്ട്രക്ചറിൽ എങ്ങനെയാണ്, അതേപോലെ തന്നെ മേസണറി സ്ട്രക്ചേഴ്സിൽ എങ്ങനെയാണ്. ഫസ്റ്റ് വൺ ആണ് കോസസ് ഓഫ് ഫെയിലിയേഴ്സ് ഓഫ് RCC സ്ട്രക്ചേഴ്സ്. RCC സ്ട്രക്ചേഴ്സിലെ ഫസ്റ്റ് വൺ ആണ് ഡിസൈൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന കോസസ്. ഫസ്റ്റ് വൺ, ബാഡ് സ്ട്രക്ചറൽ ഡിസൈൻ കോസിങ് unforeseen stresses in zones where the section has not been provided with adequate reinforcement. Okay, then providing concrete cover over the reinforcement of inadequate thickness. Then providing inadequate development length of steel bars. Providing cracked section in design of structures in aggressive environment. Insufficient detailing of reinforcement and especially at change of sections and joints of members. Wrong placement of reinforcement. Not specifying the desired water cement ratio and size and grading of coarse and fine aggregate. Soil below the foundation. The next ആണ് precaution against encroachment on durability of concrete. അതായത് ഇപ്പോൾ പ്രിവെൻഷന് മീൻസ് കൊറോഷനെ പ്രിവെൻറ്റ് തന്നെ ചെയ്യണം. അതാണ് പ്രിക്കോഷൻ എടുക്കുക എന്ന് പറയുന്നതുകൊണ്ട് ഇതിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. Adequate precautions need to be taken to make the concrete durable. Any lapse in this respect will render the concrete less durable and susceptible to ingress of injurious agents from the atmosphere, causing all sorts of corrosion of concrete and steel embedded, etc., and ultimately affecting the stability of the structure. Factors affecting durability of concrete and how these act and their remedial measures by way of precautions to be taken during the processing of concrete. The third one is construction deficiency of concrete. First one, porosity of concrete due to inadequate compaction, bad encouragement of reinforcement, sometimes obstructing the passage of concrete during pouring, increased water cement ratio for improving workability of concrete during pouring, inadequate compaction of concrete, thus leaving voids in the concrete, deficiency in formwork and supporting props and staging, differential settlement of foundation, rebars disturbed during concreting, using rusted reinforcing bars, using cement of poor quality, wrong placing of reinforcing bars, using aggregate and water containing harmful elements like salt, sulfur, etc.,
inadequate or no curing of concrete, rendering it liable to shrinkage and cracks, exposure of green concrete to direct sun, not taking any protection against freezing and thawing effect. ഇത് സം ആർ സി സിയിൽ ഉണ്ടാകുന്ന ഫെയിലിയേഴ്സ് ആണ് കാണിക്കുന്നത്. ഇത് റസ്റ്റ് കൊണ്ട്, അതായത് കൊറോഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ബാർസിൽ ഉണ്ടായിട്ട് അതിൻ്റെ സർഫസസ് ഇളകി പോയിട്ടുള്ള ഒരിതാണ്. ഇത് കോളത്തിൻ്റെ ഫെയിലിയേഴ്സ്, കറക്റ്റായിട്ട് കോമ്പാക്ഷൻ ഒന്നും ചെയ്യാണ്ട്, കറക്റ്റായിട്ട് എല്ലാ ഡിസൈൻ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യാണ്ട് കൺസ്ട്രക്ട് ചെയ്തത്. Then causes of failure of steel structures. First one, failure due to faulty connection. Failure due to faulty connection means rivets, bolts, etc. when subjected to impact loading tend to lose the connection with the time. This includes slip, distortion of structure. Failure can occur if structure engineer underestimate the design force. Next one, failure due to compression. Applied load causes compressive stress. Beams and columns subjected to high compressive stress experience buckling. Failure due to compression കൊണ്ടുണ്ടാകുന്നതാണ് buckling. Buckling means കോളത്തിലാണ്, ബീമിലാണ്, ബീമിലാണെന്നുണ്ടെങ്കിൽ ബെൻഡിങ്, കോളത്തിലാണെങ്കിൽ ബക്ലിങ്. ഓക്കെ. ഫെയിലിയർ ഇൻ ടെൻഷൻ. ടെൻഷൻ മീൻസ് ഇലോങ്ങേഷൻ കാരണം ഉണ്ടാകുന്ന, ഇലോങ്ങേഷൻ കാരണം സ്റ്റീൽ സ്ട്രക്ചർ ഫെയിലിയർ ആവുന്നത്. ദെൻ ഫ്ലെക്ഷറൽ ഫെയിലിയർ. ഫ്ലെക്ഷറൽ ഫെയിലിയർ മെയിനായിട്ട് ബീമിലും സ്ലാബിലും, ബെൻഡിങ്ങോ ബക്ലിങ്ങോ ഒക്കെ തന്നെ. ഫെയിലിയർ ഓഫ് ബീംസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ടെൻഷനും ഉണ്ടാവും, കംപ്രഷനും ഉണ്ടാവും. ദെൻ ഫറ്റീഗ് എന്ന് പറഞ്ഞാൽ ഒരു തളർച്ച പോലത്തെ. ദെൻ കൊറോഷൻ, ദെൻ ഫയർ ആൻഡ് ഹീറ്റ് കൊണ്ടുണ്ടാവുന്ന കോസസ്. ദെനാണ് കോസസ് ഓഫ് ഫെയിലിയർ ഓഫ് മേസണറി സ്ട്രക്ചേഴ്സ്. മോയ്സ്ചർ പെനിട്രേഷൻ, അതായത് നമ്മുടെ മേസണറി, അതായത് ബ്രിക്സ് മോയ്സ്ചറിനെ അട്രാക്ട് ചെയ്തിട്ട് അവിടെ എന്താവും, ഈ മറ്റേ ഫ്രീസിങ് ആൻഡ് തോയിങ് ഉണ്ടാവും. ആ ഒരു ഫ്രീസിങ് ആൻഡ് തോയിങ് ആക്ഷൻ കൊണ്ട് സ്ട്രക്ചർ ഫെയിലിയർ ആവുന്നത്. ദെൻ ക്രാക്കിംഗ്, ജസ്റ്റ് ക്രാക്ക് ഫോം ചെയ്തിട്ട് ചിലപ്പോൾ ആ ബിൽഡിങ് അങ്ങനെ തന്നെ, ഒരു പോർഷൻ അങ്ങനെ തന്നെ നിലത്തേക്ക് വീഴുന്നൊരവസ്ഥ. സ്റ്റെയിനിങ് മീൻസ് ഏജ്ഡ് ആകുമ്പോൾ നമ്മുടെ സർഫസസ്, വാൾ സർഫസസ് ഒക്കെ സ്റ്റെയിൻഡ് ആയിട്ട് കാണാൻ പറ്റും. അതാണ് മാസണറി സ്ട്രക്ചേഴ്സിൽ ഉണ്ടാകുന്ന ഒരു ഫെയിലിയറിൻ്റെ കോസസ്. ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് മീൻസ് നമ്മുടെ റീഇൻഫോഴ്സ്ഡ് മാസണറി സ്ട്രക്ചേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിലെ റീഇൻഫോഴ്സ്മെൻറ്റ് കൊണ്ട് ആ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസ്പ്ലേസ് ആയി പോകുന്നൊരു അവസ്ഥ. പിന്നെ സ്പാളിങ് മീൻസ് നമ്മുടെ ആ ഫുൾ മേസണറി സ്ട്രക്ചേഴ്സിൽ നിന്ന് ഒരു ബ്രിക്ക് എങ്ങാനും സ്പാൾ ഔട്ട് ചെയ്ത് വരുന്നത്. ദെൻ ബോണ്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കറക്റ്റായിട്ട് ബോണ്ട് മോട്ടാർ വെച്ചിട്ട് കറക്റ്റ് അല്ലാതെ ബോണ്ട് ആവുന്നതാണ്. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഫിഗർ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറ് കറക്റ്റ് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യാതെ അതിൻ്റെ മേലയിൽ കൺസ്ട്രക്ട് ചെയ്ത് വരുമ്പോൾ എർത്ത് കേക്ക് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുണ്ടാവുന്ന ഫെയിലിയർ. പിന്നെ ലാസ്റ്റ് വൺ ഓവർ ടേണിംഗ് എന്ന് പറഞ്ഞാൽ തിക്നെസ്സസും നമ്മൾ ക്യാരി ചെയ്യണം. ഇത്ര ഹൈറ്റിൽ ഇത്ര തിക്നെസ്സസ്, ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് വാൾ തിക്നെസ്സസ് കൂട്ടണം. പിന്നെ ഫോളിങ് ആണ് ലാസ്റ്റ് ഈ ഫസ്റ്റ് ഫിഗറിൻ്റെ താഴെ കാണുന്നത്. ഫസ്റ്റ് ഫിഗറിൻ്റെ സൈഡിൽ കാണുന്നതാണ് മറ്റേ ക്രാക്കിംഗ് കാരണം ആ ഇത് ക്രാക്കിംഗ് ഒക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്രീ ഫാബ്രിക്കേറ്റഡ് കൺസ്ട്രക്ഷൻ. എന്താണ് പ്രീ ഫാബ്രിക്കേറ്റഡ് കൺസ്ട്രക്ഷൻ? വാട്ട് ഈസ് പ്രീ ഫാബ്രിക്കേഷൻ? Prefabrication is the practice of assembling components of a structure in a factory or other manufacturing site and transporting completely assembly or sub-assemblies to the construction site where the structure is to be located. അതായത് നമ്മൾ ഫസ്റ്റ് തന്നെ റൂഫ്, അതേപോലെ തന്നെ വാൾസ്, ബീംസ്, കോളംസ് ഇതെല്ലാം ഒരു ഫാക്ടറിയിലോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സൈറ്റിൽ നമ്മളിതെല്ലാം കൺസ്ട്രക്ട് ചെയ്തിട്ട് വർക്ക് സൈറ്റിലേക്ക് ഇതെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്ത്
ഒക്കെ കറക്റ്റായിട്ട് അസംബിൾ ചെയ്യുന്നതിനെയാണ് പ്രീ ഫാബ്രിക്കേറ്റഡ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഗുഡ് ഡിസൈൻ വിത്ത് മോഡേൺ ഹൈ പെർഫോമൻസ് കമ്പോണൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾഡ് മാനുഫാക്ചറിങ് പ്രോസസ്സ്. അതായത് മാനുഫാക്ചറിങ് സൈറ്റിൽ വെച്ചിട്ട് ഗുഡ് ഡിസൈനും അതേപോലെ തന്നെ ഹൈ പെർഫോമൻസ് കമ്പോണൻസ് കൊണ്ട് തന്നെ ഈ മെറ്റീരിയൽസ് മീൻസ് ഈ കമ്പോണൻസ് കാസ്റ്റ് ചെയ്യുന്നു. ദെൻ അത് നമ്മുടെ സൈറ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ വെരി ഹൈ സ്ട്രെങ്ത് ഉള്ള ഒരു സ്ട്രക്ചേഴ്സ് ആയിരിക്കും റിസൾട്ടിൽ ഉണ്ടാവുക. ദിസ് വർക്ക് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ 2 stages. മാനുഫാക്ചറിങ് ഓഫ് കമ്പോണൻസ് ഇൻ എ പ്ലേസ് അതർ ദാൻ ഫൈനൽ ലൊക്കേഷൻ ആൻഡ് ദെയർ ഇറക്ഷൻ ഇൻ പൊസിഷൻ. അതെ, ഒരു സ്ഥലത്ത് മാനുഫാക്ചർ ചെയ്യുന്നു, അത് കൊണ്ടുവന്ന് മറ്റൊരു സ്ഥലത്ത് ഇറക്റ്റ് ചെയ്യുന്നു. ഇനി prefabricated sections are produced in large quantities in a factory and then shipped to various construction sites. This procedure may allow work to continue despite poor weather conditions and should reduce any waste in time and material at the site. അതായത് മെറ്റീരിയലോ അതേപോലെ തന്നെ ടൈമോ ഒട്ടും തന്നെ വേസ്റ്റ് ആവാതെ ഈ പ്രൊസീജിയേഴ്സ് നമുക്ക് പെട്ടെന്ന് തീർക്കാം, കംപ്ലീറ്റ് ചെയ്യാം. Precast concrete units are cast and hardened before being used for construction. അതായത് പെട്ടെന്ന് ടൈമിൻ്റെ വേസ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വോൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്ട്രെങ്ത്ത് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ബീമും റൂഫും കൺസ്ട്രക്ട് ചെയ്തിട്ട് അത് ക്യൂർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ബട്ട് ഈ പ്രീ ഫാബ്രിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ക്യൂറിങ് ആയിട്ടുള്ള കമ്പോണൻസ് ആണ്. അത് നേരെ കൊണ്ടുവന്ന് നമ്മൾ കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അവിടെ ക്യൂറിങ്ങിനുള്ള ടൈം അതേപോലെ തന്നെ കാസ്റ്റിങ്ങിന് അതിനൊക്കെയുള്ള ടൈം റെഡ്യൂസ് ചെയ്യാം. സംടൈംസ് ബിൽഡേഴ്സ് കാസ്റ്റ് കമ്പോണൻസ് അറ്റ് ദ ബിൽഡിംഗ് സൈറ്റ് ആൻഡ് ഹോയിസ്റ്റ് ദം ഇൻ ടു പ്ലേസ് ആഫ്റ്റർ ദേ ഹാഡ്. ചിലപ്പോൾ നമ്മൾ ബിൽഡിംഗ് സൈറ്റിൽ കൺസ്ട്രക്ട് ചെയ്ത് ഹാർഡൻ ചെയ്യാൻ വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യാറുണ്ട്. This techniques permits the speedy erection of structures. മെയിനായിട്ട് ഈ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സ്പീഡാണ്. ആ ഒരു പ്രൊജക്റ്റിൻ്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യാൻ, അതായത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് പ്രീ ഫാബ്രിക്കേഷൻ കൺസെപ്റ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ദ പ്രീ ഫാബ്രിക്കേഷൻ as defined will be done in 2 stages: manufacturing at factory condition and erection of components at the required location. അപ്പോൾ ഈ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്, അതായത് ഒരു പ്രീകാസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കൺസ്ട്രക്ഷന് റിക്വയർ ആയിട്ട് 3 സ്റ്റേജസ് ആണുള്ളത്. ഒന്ന് കാസ്റ്റിങ്, ദെൻ ക്യൂറിങ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഇറക്ഷൻ. ഫസ്റ്റ് വൺ കാസ്റ്റിംഗ്. Precast components are casted with controlled cement concrete in molds of required shapes and sizes. The vibrator is used to vibrate concrete and this removes any honeycombing inside the components. അതായത് നമ്മൾ സാധാരണ ലാബിൽ ചെയ്യുന്ന പോലെ തന്നെ മോൾഡ് റിക്വയർഡ് സൈസിലും ഷേപ്സിലുള്ള ഒരു മോൾഡ് ഉണ്ടാക്കുന്നു. ആ മോൾഡിൽ നമ്മൾ ഈ പ്രീ ഫാബ്രിക്കേറ്റഡ് മീൻസ് ഈ കോൺക്രീറ്റ് പോർ ചെയ്ത് കോമ്പാക്റ്റ് ചെയ്ത് ഹണികോംബ് ഇല്ലാണ്ടാക്കാൻ വേണ്ടി കോമ്പാക്റ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ മോൾഡിൽ കാസ്റ്റ് ചെയ്യുന്നു. കാസ്റ്റിങ്ങിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. താഴെ നമുക്ക് കുറേ റൂഫ് സ്ലാബുകൾ കാസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ആ മോൾഡിൽ. ദെൻ ക്യൂറിങ്. ആഫ്റ്റർ 24 hours of casting, the casted components are released from the mold and transported to curing tanks. Certain special components like railway sleepers where high strength is required are steam cured. അതായത് സാധാരണ നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ 24 hours കഴിഞ്ഞാൽ നമ്മൾ മോൾഡ് റിമൂവ് ചെയ്തിട്ട് ആ വെച്ചിരിക്കുന്ന കമ്പോണൻ്റ് എന്താണെന്ന് വെച്ചാൽ അത് വാട്ടർ ടാങ്കിലേക്ക് ഇമേഴ്സ് ചെയ്ത് അതിൻ്റെ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്നത് വരെ ക്യൂർ ചെയ്യുന്നു. ഇനി സർട്ടൻ കേസസിൽ ഇപ്പോൾ നമ്മൾ ഈ പ്രീ ഫാബ്രിക്കേറ്റഡ് കൺസ്ട്രക്ഷൻ ഒരു എക്സാമ്പിളാണ് നമ്മുടെ റെയിൽവേ സ്ലീപ്പേഴ്സ്. ആ റെയിൽവേ സ്ലീപ്പേഴ്സ് ഹൈ സ്ട്രെങ്ത്, അതായത് ഹെവി ലോഡ്സ് ആണ് വരുന്നത്. ടൺസ് ഓഫ് ലോഡ്സ് ആണ് ട്രെയിൻ മൂവ് ചെയ്യുമ്പോൾ സ്ലീപ്പേഴ്സിൽ വരുന്നത്. ആ സ്ലീപ്പേഴ്സാണ് ലോഡ് ഫുള്ള് ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും. അപ്പോൾ റെയിൽവേ സ്ലീപ്പേഴ്സ് ഹൈ സ്ട്രെങ്ത് ആയതുകൊണ്ട് തന്നെ വാട്ടർ ക്യൂർ അല്ല സ്റ്റീം ക്യൂറും ചെയ്യാറുണ്ട്. ലാസ്റ്റ് വൺ ആണ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഇറക്ഷൻ. നമ്മൾ ക്യൂറിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം ആഫ്റ്റർ കംപ്ലീറ്റ് ക്യൂറിംഗ് ഈസ് ഡൺ,
The components are transported to the site with heavy trucks and erection will be done using cranes with skilled labor force. നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഹെവി ട്രക്സിലൂടെ, അതായത് ഇത്രയും ഹെവി ലോഡഡ് ആയിരിക്കുമല്ലോ, അപ്പോൾ ആ ഹെവി ലോഡഡ് ആയിട്ടുള്ള കമ്പോണൻസ് ഹെവി ട്രക്സിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് സൈറ്റിൽ എത്തിച്ചിട്ട് ക്രെയിൻസ് യൂസ് ചെയ്ത് അതേപോലെ തന്നെ സ്കിൽഡ് ലേബേഴ്സിൻ്റെ ഹെൽപ്പിലും നമ്മൾ കറക്റ്റായിട്ട് ഇറക്റ്റ് ചെയ്യുന്നു. അതിന് ട്രാൻസ്പോർട്ടേഷൻ്റെ, അതായത് ആ ക്രെയിൻസ് യൂസ് ചെയ്തിട്ട് ഒരു ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ബീം സെക്ഷൻ കറക്റ്റായിട്ട് ക്രെയിൻ യൂസ് ചെയ്തിട്ട് ഇറക്റ്റ് ചെയ്യുന്ന ഫിഗർ ആണ് നേരത്തെ കണ്ടത്. ഇനി പ്രീഫാബ്രിക്കേറ്റഡ് ബിൽഡിംഗ് കമ്പോണൻസ്, ഏതൊക്കെ കമ്പോണൻസ് ആണ് മെയിനായിട്ട് പ്രീഫാബ്രിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കോളം, ബീം, റൂഫ് ഇതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, കോളം. A column is a vertical member carrying the beam and floor loading to the foundation. Function of column. It's a compression member and therefore the column connection is required to be proper. Compression member ആയതുകൊണ്ട് തന്നെ കോളം ബീമിൻ്റെ കണക്ഷൻ, അതായത് ഒരു കോളം മറ്റൊരു കോളത്തിലേക്ക് കണക്ട് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് തന്നെ കണക്റ്റ് ആയിരിക്കണം. The main principle involved in making column connection is to ensure continuity and this can be achieved by a variety of methods. ഇത് മെയിനായിട്ട് പറയുന്നത് ആ കോളം നമ്മൾ ചിലപ്പോൾ 1.5 മീറ്റർ ഹൈറ്റിലായിരിക്കും നമ്മൾ കോളം ഓരോന്ന് കാസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ളത് 3 മീറ്റർ ഹൈറ്റാണ് നമ്മുടെ റൂമിന് റിക്വയർഡ് ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 2 കോളം നമ്മൾ കണക്ട് ചെയ്യണം. അപ്പോൾ ആ കോളത്തിൻ്റെ കണക്ഷനാണ് മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. അത് കണ്ടിന്യൂസ് ആയിട്ടായിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതായത് 2 കോളം തമ്മിൽ ലാസ്റ്റ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 2 യൂണിറ്റ് ആണെന്ന് മനസ്സിലാവാത്ത രീതിയിൽ അത്രയും കണ്ടിന്യൂറ്റിയിലായിരിക്കണം നമ്മൾ അതിൻ്റെ 2 കോളങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്യേണ്ടത്. എൻ്റെ ഫിഗറാണ് കാണിക്കുന്നത്. ഫസ്റ്റ് വൺ, ഒരു സ്കിൻസ് പ്രൊവൈഡ് ചെയ്തിട്ട് അസംബ്ലി കാണിക്കുന്നുണ്ട്. അസംബ്ലിക്ക് ശേഷം നമ്മൾ അസംബിൾ ചെയ്തിട്ടുള്ള കോൺക്രീറ്റ് മീൻസ് കോളം കാണുന്നുണ്ട്. ആ കോളത്തിനെ കറക്റ്റായിട്ട് ഗ്രൗട്ട് ചെയ്ത് അതൊരു ഒരൊറ്റ യൂണിറ്റായിട്ട്, ഒരു സിംഗിൾ യൂണിറ്റായിട്ട് തേർഡ് ഫിഗറിലും കാണുന്നുണ്ട്. അടുത്ത കമ്പോണൻ്റാണ് ബീം. Beam can vary in their complexity of design and reinforcement from the very simple beam formed over an isolated opening to the more common encountered in frames where the beams transfer their loading to the column. അതായത് കോംപ്ലിക്കേഷൻസ്, ഹെവി ലോഡ്സ് ആണെന്നുണ്ടെങ്കിൽ അത്രയും വലിയ ബീമും കോംപ്ലിക്കേറ്റഡ് ബീമും, സിമ്പിൾ ലോഡ്സ് ആണെങ്കിൽ സിമ്പിൾ ബീംസ്. ഇനി മെത്തേഡ്സ് ഓഫ് കണക്റ്റിംഗ് ബീംസ് ആൻഡ് കോളം, 3 മെത്തേഡാണ്. എന്തായാലും ബീം കോളത്തിനെ ആയിരിക്കുമല്ലോ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ 3 മെത്തേഡ്. എ പ്രീകാസ്റ്റിംഗ് കോൺക്രീറ്റ് ഹോഞ്ച് ഈസ് കാസ്റ്റ് ഓൺ ദി കോളം വിത്ത് എ ലൊക്കേറ്റിംഗ് ഡവൽ ഓർ സ്റ്റഡ് ബോൾട്ട് ടു ഫിക്സ് ദ ബീം. അത് ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് വൺ, എ പ്രൊജക്റ്റിംഗ് മെറ്റൽ കോബൽ ഈസ് ഫിക്സ്ഡ് ടു ദ കോളം ആൻഡ് ദ ബീം ഈസ് ബോൾട്ടഡ് ടു ദി കോർബൽ. Third one, column and beam reinforcement, generally in the form of hooks, are left exposed. The 2 members are hooked together and covered with in situ concrete to complete the joint. ഇത് 3 പറഞ്ഞിരിക്കുന്നത്. അതിലൊരു മെത്തേഡാണ് ഇവിടെ പറയുന്നത്. അതായത് അവിടെ കണ്ടോ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ആ ഒരു പ്ലേറ്റ്സ് കണ്ടില്ലേ ടോപ്പ് പോർഷനിലായിട്ട്, അതായത് ബീമിൻ്റെ സെക്കൻഡ് ഫിഗറിൽ ബീമിൻ്റെ മുകളിലായിട്ട് വെൽഡഡ്, അത് ആ 2 ബീംസ്, അതായത് കോളവും ബീമും തമ്മിൽ വെൽഡ് ചെയ്ത് ജോയിൻ ചെയ്തേക്കുന്നതാണ് ഈ ബീം ടു കോളം കണക്ഷനിൽ കാണിക്കുന്നത്, പ്രീഫാബ്രിക്കേറ്റഡ്. നെക്സ്റ്റ് വൺ ആണ്, അതായത് തേർഡ് വൺ, വാഫിൾ യൂണിറ്റ് ഫോർ ഫ്ലോറിംഗ് ഓർ റൂഫിംഗ്. നമ്മൾ ഫസ്റ്റ് കോളം കണ്ടു, ബീം കണ്ടു, ദെൻ റൂഫ്. These are suitable for roofs or floors spanning in 2 directions. Horizontal XY directionലോട്ട്, XY അല്ല ZX. They are laid in a grid pattern. Grid patternsലായിരിക്കും അത് ലേഡ് ചെയ്തത്. These units are cast in molds. നമ്മൾ നേരത്തെ കണ്ടിരുന്നത് മൗൾഡിൽ കാസ്റ്റിംഗ് കണ്ടിരുന്നത് ഫ്ലോറിംഗ് ഓർ റൂഫിംഗ് സ്ലാബ്സിൻ്റെ ആയിരുന്നു. The savings achieved is not much. Also, shuttering are complicated and costly.
Time consumption for construction is less. ഇതാണ് മെയിനായിട്ട് റൂഫ് സ്ലാബ്. ഇത് എങ്ങനെയാണ് അത് ലേ ചെയ്യുന്നതെന്നുള്ള ഫിഗർ. Then advantages and disadvantages of prefabricated construction. First one, advantages: saving in cost, material, time and manpower. Second, shuttering and scaffolding is not necessary because നമുക്ക് ഓൾറെഡി സ്കഫോൾഡിങ്ങിൻ്റെ ഷട്ടറിങ്ങിൻ്റെ ആവശ്യമില്ലാത്ത ക്രെയിൻസ് യൂസ് ചെയ്തിട്ടാണ് ഇത് ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് സ്കഫോൾഡിങ്ങിൻ്റെ ആവശ്യമില്ല. ഇൻസ്റ്റാളേഷൻ ഓഫ് ബിൽഡിംഗ് സർവീസസ് ആൻഡ് ഫിനിഷസ് ക്യാൻ ബി ഡൺ ഇമ്മീഡിയറ്റ്ലി. ഇത് ഓൾറെഡി കാസ്റ്റ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാളേഷനും അതേപോലെ തന്നെ അതിൻ്റെ ഫിനിഷസ്, അതായത് കോൺക്രീറ്റിങ്ങും സിമെൻറ്റിങ്, പിന്നെ കോൺക്രീറ്റിങ് കഴിഞ്ഞിട്ട് പോയിൻറ്റിങ്, പെയിൻറ്റിങ് ഒക്കെ പെട്ടെന്ന് തന്നെ തീർക്കാവുന്നതാണ്. ഇൻഡിപെൻഡൻ്റ് ഓഫ് വെതർ കണ്ടീഷൻസ്, വെതർ കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കമ്പോണൻസ് പ്രൊഡ്യൂസ്ഡ് അറ്റ്, അതായത് ഇപ്പോൾ റെയിനി സീസൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാന്ന് പറയുന്നത് കോൺക്രീറ്റിങ് ക്യൂർ ആവാനും ടൈം കുറേ എടുക്കും. അപ്പോൾ അത്തരം വെതർ കണ്ടീഷൻസിനൊന്നും ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി ക്യൂർ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ജസ്റ്റ് അത് കറക്റ്റായിട്ട് കറക്റ്റായിട്ട് ലേ ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ വെതർ കണ്ടീഷനെ ഒന്നും ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് പോയിന്റ്, കമ്പോണൻസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ക്ലോസ് സൂപ്പർവിഷൻ സോ ക്വാളിറ്റി ഈസ് ഗുഡ്. അതായത് മാനുഫാക്ചറിങ് സൈറ്റിലല്ല മാനുഫാക്ചർ ചെയ്യുന്നത്, ഫാക്ടറിയിലോ അല്ലെങ്കിൽ കമ്പനീസിലൊക്കെ ആയതുകൊണ്ട് ഒരു കറക്റ്റായിട്ട് ക്ലോസ് സൂപ്പർവിഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഗുഡ് ക്വാളിറ്റിയിലുള്ള കമ്പോണൻസ് ആയിരിക്കും മേക്ക് ചെയ്യുന്നുണ്ടാവുക. ദെൻ ക്ലീൻ ആൻഡ് ഡ്രൈ അറ്റ് വർക്ക് സൈറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ സിമെൻറ്റിങ്ങിൻ്റെ കോൺക്രീറ്റിങ് ഉണ്ടാക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ സൈറ്റിൽ അത്തരം വർക്കുകളൊന്നും തന്നെ നടക്കാത്തതുകൊണ്ട് തന്നെ ക്ലീൻ ആൻഡ് ഡ്രൈ വർക്ക് സൈറ്റ് നമുക്ക് കിട്ടും. ദെൻ പോസിബിലിറ്റി ഓഫ് ഓൾട്രേഷൻസ് ആൻഡ് റീയൂസ്. നമുക്കിപ്പോൾ അതിൻ്റെ ഓൾട്രേഷൻ സിമ്പിളായിട്ട് നടത്താൻ പറ്റും. കാരണം ആ പ്രീഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷൻ ജസ്റ്റ് വീണ്ടും ഒന്ന് റിമൂവ് ചെയ്യുക, എന്നിട്ട് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ആ കറക്റ്റ് ഓൾട്രേഷന് വേണ്ടി എന്ത് ഓൾട്രേഷനാണെന്ന് വെച്ചാൽ ആ ഓൾട്രേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സിമ്പിളാണ്. അതാണ് ഒരു അഡ്വാൻറ്റേജ്. ദെൻ കറക്റ്റ് ഷേപ്പ് ആൻഡ് ഡയമെൻഷൻ ആൻഡ് ഷാർപ്പ് എഡ്ജസ് ആർ മെയിൻറ്റെയിൻഡ്. കാരണം കാസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് കറക്റ്റ് ഷേപ്പിലൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. വെരി തിൻ സെക്ഷൻസ് ക്യാൻ ബി എൻറ്റയർലി പ്രീകാസ്റ്റ് വിത്ത് പ്രിസിഷൻ. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് ചെറിയ തിൻ സെക്ഷൻസൊക്കെ സൈറ്റിൽ കാസ്റ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ടാണ്. പക്ഷേ പ്രീകാസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് പ്രീകാസ്റ്റ് ചെയ്യുമ്പോൾ അത് പ്രിസിഷൻസ് കറക്റ്റായിട്ട് കിട്ടും. ഇനി ഡിസഡ്വാൻറ്റേജസ്: ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ മേ കോസ് ബ്രേക്കേജ് ഓഫ് മെമ്പേഴ്സ് ഡ്യൂറിങ് ദ ട്രാൻസിറ്റ് ആൻഡ് എക്സ്ട്രാ പ്രൊവിഷൻ ഈസ് ടു ബി മെയ്ഡ്. ഇത് നമ്മൾ ട്രക്കിൽ കൊണ്ട് വെക്കുമ്പോഴായാലും അത് ഇപ്പോൾ ഗട്ടറിങ് ഒക്കെ ഉള്ള ആയിക്കോടെയാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ ആ ഫാബ്രിക്കേറ്റഡ് യൂണിറ്റ്സ് ബ്രേക്ക് ആവാൻ അല്ലെങ്കിൽ അതിൻ്റെ എഡ്ജസ് ഒക്കെ ബ്രേക്കായി പോകാനൊക്കെ ഉള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം അതിന് നമ്മൾ കറക്റ്റായിട്ട് ഒരു കോൺസെൻട്രേഷൻ കൊടുക്കണം. അതെന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടേഷനിൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. Difficulties in connecting precast unit so as to produce same effect as monolithic. This leads to non-monolithic constructions. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി ഒരൊറ്റ യൂണിറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അത് വളരെ ഡിഫിക്കൽട്ടാണ്. 2 യൂണിറ്റുകൾ മോണോലിത്തിക്കായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറയുന്നത്. അത് വളരെ ഡിസഡ്വാൻറ്റേജസ് ആണ്. നോൺ മോണോലിത്തിക് കൺസ്ട്രക്ഷൻ ആവാനാണ് മെയിനായിട്ട് സാധ്യതയുള്ളത്. ബട്ട് അത് ചെയ്യാന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ്. ഇനി തേർഡ് വൺ, ദേ ആർ ടു ബി exactly placed in positions, otherwise the loads coming on them are likely to get changed and the members may be affected. ഇപ്പോൾ കറക്റ്റായിട്ട് ലേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വരുന്ന ലോഡ് കറക്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യില്ല. അതായത് സ്ലാബ് കറക്റ്റായിട്ട് നമ്മൾ ലേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ബീമിക്ക് വരിക, ദെൻ ബീമിൽ നിന്ന് കോളത്തേക്ക് കറക്റ്റായിട്ട് പോവില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ട്രക്ചർ നമ്മളിതിൽ കറക്റ്റായിട്ട് ലേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള സ്ട്രക്ചേഴ്സിനെ കൂടെ ഫെയിലാക്കാൻ വേണ്ടിയിട്ട്
ഫെയിലാക്കും. ദെൻ ഹൈ ട്രാൻസ്പോർട്ട് കോസ്റ്റ്, കാരണം നമ്മൾ ട്രക്കിലൊക്കെയാണ് ഹെവി ട്രക്സിലൊക്കെയാണ് നമ്മളിത് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ അധികമായിരിക്കും. അതേപോലെ ആ കോസ്റ്റ് മാത്രമല്ല, പിന്നെ നമ്മൾ ക്രെയിൻസ് യൂസ് ചെയ്തിട്ടാണ് അത് ഇറക്റ്റ് ചെയ്യുന്നത്, അവിടെയും കോസ്റ്റ് കൂടുന്നുണ്ട്. പിന്നെ സ്കിൽഡ് ലേബേഴ്സ്, അവരുടെ സൂപ്പർവിഷൻസും നമുക്ക് വേണം. ദെൻ നീഡ് ഓഫ് ഇറക്ഷൻ എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നത് ആ ക്രെയിനാണ്. പിന്നെ സ്കിൽഡ് ലേബേഴ്സ് ആൻഡ് സൂപ്പർവിഷനും റിക്വയർഡ് ആണ്. താങ്ക് യു.